ചെയ്യട്ടെ. സമയം വൈകിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വൈകിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് വൈകിയിട്ടുണ്ട്. ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഇവിടെ വൈകിട്ടാണ്, ഇവിടെ നേരത്തെ ആവില്ല, അതിന് വൈകിട്ടാണ് ഇവിടെ പരിപാടികൾ തുടങ്ങാറുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയം വൈകിപ്പോയി. ഏതായാലും ഉള്ള സമയം ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയപ്പെട്ട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണം നമ്മൾ ശ്രദ്ധിച്ചു. ഒന്നും ഒഴിവാക്കാനില്ല. ആനുകാലികമായ വിഷയങ്ങളിൽ ഒരാൾക്ക് കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട രൂപത്തിലുള്ള കൃത്യവും വ്യക്തവുമായ വിശദീകരണം. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അതിപ്പോ വാങ്ങ് കൊടുക്കണ ഇബ്ലീസിന് ഇഷ്ടമല്ല എന്ന് എറിയാണ്ട് വാങ്ങ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വാങ്ങ് കൊടുത്തുകൊണ്ടേയിരിക്കണം, ഉറക്ക കൊടുക്കണം, അല്ലേ? എന്ന പോലെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് പറയുമ്പോ, വിഷയങ്ങൾ സംസാരിക്കുമ്പോ, ഹക്ക് പറയുമ്പോ അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. അവർക്ക് അവരെ ഇഷ്ടപ്പെടാക്കി കൊണ്ട് നടക്കാതല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഉസ്താദ് പ്രഭാഷണം നടത്തുന്നതിന്റെ മുമ്പ് 70 മുകളിൽ വയസ്സ് പ്രായമുണ്ട്. എവിടുന്നാണ് വരുന്നത്? എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് വരുന്നത്? ഇനി എത്ര തിരിച്ച് യാത്ര ചെയ്യണം? ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നതിന്റെ മുമ്പ് ഒരു ബാഗ് ആകണ കവറടങ്ങും 4 ഗുളിക ഒരുമിച്ച് കുടിച്ചതാണ്. ഒരു ഗുളികയാണ്. അതിന്റെ പുറമെ വേറെ ഏതൊരു ഗുളികയുണ്ട്, അതിന്റെ ബാഗുകൾ കാണുന്നില്ല. ഇതൊക്കെ കൂടെ കുടിച്ചിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. എന്ത് കാര്യം ഉണ്ടായിട്ടാ? പ്രസംഗിച്ച് പൈസ ഇട്ടാനാ? അങ്ങനെ പ്രസംഗിച്ച് പൈസ ഇട്ടേണ്ട ആളല്ല മുക്ക ഉമർ ഫൈസി. അത് മുതലാളിയാണ്. ചില്ലറക്കാരനൊന്നല്ല. ദീനിനും സുന്നത്തിയുമായതിനോടുള്ള ആത്മാർത്ഥതയാണ് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയതും ഇവിടെ പ്രഭാഷണം നടത്തിയതൊക്കെ. അള്ളാഹു താല ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഉറക്കാമീൻ പറയും. അള്ളാഹു ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഇവിടെ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഞാൻ ഈ ഓതി വെച്ച ആയത്ത്, അതായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമ്മളൊക്കെ സമസ്തക്കാരാണ്. നമ്മളൊക്കെ സമസ്തക്കാരാണ്. സമസ്തക്കാരല്ലാത്തവർക്കും സമസ്തക്കാരാണ് എന്ന് പറയാൻ അഭിമാനമാണ്. അതാത് സംഘടനകളുടെ പേര് പറയാൻ പലർക്കും നാണമാണ്. അതാത് സംഘടനകളുടെ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് അവതരിപ്പിക്കാൻ സാധിക്കാത്തവർ സമസ്തയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങളും ഇവിടെയുണ്ട് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സമസ്തയാണ്. എന്നാൽ ഹസദോടുകൂടെ, അസൂയയോടുകൂടെ സമസ്തയെ നോക്കിക്കാണുന്നവരുണ്ട്. ശത്രുതയോടുകൂടെ സമസ്തയെ നോക്കിക്കാണുന്നവരുണ്ട്. റിബലർ ചിന്താഗതിക്കാരായ ആളുകൾ യാഥാസ്ഥിതിക സംഘം എന്ന രൂപത്തിൽ പരിഹാസത്തോടെ സമസ്തയെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗത്തുണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും കേരളത്തിൽ ഇന്ന് നിലവിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെക്കാൾ എല്ലാ നിരക്കും മികച്ച് നിൽക്കുന്നത് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. ആർക്കും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതല്ല. എല്ലാ നിലക്കും അല്ലാഹു തആല ഇനിയും സമസ്തയെ ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ. നമ്മളൊക്കെ വലിയ തൗഫീഖുള്ള ആളുകളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളാക്കി എന്നത് വലിയ അനുഗ്രഹമല്ലേ? നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്നിയാക്കി എന്നത് വലിയ അനുഗ്രഹമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും വഹാബി കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മെ സുന്നി മാത്രമല്ല, നമ്മെ അല്ലാഹു സമസ്തക്കാരാക്കി എന്നത് അതിലേറെ അഭിമാനകരമല്ലേ? സുന്നിസത്തിന്റെ പേരിൽ തന്നെ പലരും മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്ത് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ത്വരീഖത്തിന്റെ പേരിലും മറ്റും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയതയും തസവ്വുഫും ആഖിറവും മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു വലിയ പണ്ഡിത നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കാനുള്ള യോഗ്യത, അല്ലെങ്കിൽ അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി എന്നതിന് അള്ളാഹ്ക്ക് എത്രയാ ശുക്ർ ചെയ്യേണ്ടത്. അവിടെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കാം. ഇത് മറ്റു സംഘടനകളെ പോലെ ഒരു കേവല സംഘടനയല്ല. ചിലപ്പോൾ ഒരു കേഡർ സംവിധാനം ഒന്നും ഉണ്ടാവില്ല. മറ്റേ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് സമസ്തനെ വിലയിരുത്തരുത്. അവരങ്ങനെ ഒരു കുറച്ച് ആൾക്കാരുള്ളൂ, പക്ഷെ എന്നാലും അവരുടെ പ്രവർത്തനങ്ങൾ അതൊന്നും സമസ്തയുമായി കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് മഹിതമായ വിശുദ്ധമായ ഒരു പൈതൃകത്തിന്റെ സംരക്ഷണ സംഘമാണ്. ഇതൊരു സംഘടിക്കാൻ വേണ്ടി ആർക്കെങ്കിലും നേതാവാൻ ആകാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. പൂർവികരുടെ വഴിയെ കടന്നു വരുന്ന ഒരു സംഘമാണ്. അതാണ് സമസ്തയുടെ പ്രത്യേകത. അതാണ് ഇസ്ലാം. അങ്ങനെ ആയിരിക്കണം യഥാർത്ഥ മുസ്ലിം. നമ്മൾ എല്ലാ ദിവസവും ഓടുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകളാണ് ഞാൻ ആദ്യം ഓതി വെച്ചത്. ആ ആയത്തുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്താ? ഒരു മനുഷ്യൻ നിർബന്ധമായും അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ മുസ്തഖീമായ വഴിയിൽ ചേർക്കണേ, നേരായ മാർഗത്തിൽ ചേർക്കണേ. നേരല്ലാത്ത മാർഗങ്ങൾ ധാരാളമുണ്ട്, വഴികൾ ധാരാളമുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് നീട്ടി ഒരു വര വരയ്ക്കുകയാണ്. എന്നിട്ട് ആ വരയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ധാരാളം വരകൾ റസൂലുള്ളാഹി തങ്ങൾ വരച്ചു. എന്നിട്ട് സെന്ററിലുള്ള വരയിൽ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ വടി വെച്ചിട്ട് കൊണ്ട് പറഞ്ഞു, ഹാദാ സിറാത്തുി മുസ്തഖീമാ, ഇതാണ് എന്റെ യഥാർത്ഥ വഴി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വഴി.
വേറെയും കുറെ വഴികളുണ്ട്. വലാ തത്തബിഉസ് സുബുൽ, ഇക്കാണുന്ന മറ്റു വരകളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴികൾ ധാരാളമുണ്ടാകും, മാർഗങ്ങൾ ധാരാളമുണ്ടാകും. മനോഹരമായ വഴികളായി നിങ്ങൾക്ക് അവ തോന്നിയേക്കാം. ആ വഴിയുടെ സൗകുമാര്യത കാണുമ്പോൾ അതാണ് യഥാർത്ഥ വഴിയെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയേക്കാം. ആ വഴിയുടെ മഹാഭംഗിയിൽ പലരും അതിൽ പ്രവേശിച്ചു പോയേക്കാം. പക്ഷേ ആ വഴി ഒരിക്കലും ലക്ഷ്യത്തിലേക്കുള്ള വഴിയല്ല. വഴി ഇത് മാത്രമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണേ. ഹിദായത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി ഏതാണ്? എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ വഴിയെ അടയാളപ്പെടുത്തി തരികയാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഏതാണ് മുസ്തഖീമായ വഴി? നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴി. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ വഴി. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, വഴി പിഴച്ചുപോയ നിന്റെ കോപത്തിനിരയായ വലാലത്തിൽ അകപ്പെട്ടവരുടെ വഴിയല്ല. വലദ്ദാലീൻ, വലാലത്തിൽ അകപ്പെട്ടു പോയവരുടെ വഴിയുമല്ല, മറിച്ച് അൻഅംത അലൈഹിമായവരുടെ വഴി, നീ അനുഗ്രഹിച്ചവരുടെ വഴി. ആരാണ് അല്ലാഹു അനുഗ്രഹം ചെയ്തവർ? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരുടെ വഴി, സുദ്ദീഖീങ്ങളുടെ വഴി, സ്വാലിഹീങ്ങളുടെ വഴി, ഔലിയാക്കളുടെ വഴി, ആരിഫീങ്ങളുടെ വഴി, മഹാന്മാരുടെ വഴി. ആ വഴിയാണ് ദീനുൽ ഇസ്ലാമിൽ മുസ്തഖീമായ വഴി. എന്നിട്ട് ഈ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറയാണ് സൂറത്തുൽ ബഖറ. തുടങ്ങുന്നത് തന്നെ അലിഫ് ലാം മീം. എങ്ങനെയാണ് വഴിയെ? ആ വഴിയെ നിങ്ങൾ എങ്ങനെയാണ് പിൻപറ്റേണ്ടത്? അലിഫ് ലാം മീം. അങ്ങനെ തന്നെയല്ലേ ഓതുക? അല്ലേ? അലിഫ് ലാം മീം എന്നല്ലേ ഓതുക? അത് ഖുർആനിൽ എഴുതിയത് കണ്ടാൽ ഫതഹും കസ്റും ഇടാതെ ഒരാൾ അത് എഴുതിയാൽ അലിഫ് ലാം മീം ആരെങ്കിലും വായിക്കോ? അറബി അറിയണവര് അലമ എന്നല്ലേ വായിക്കുക, അല്ലേ? അല്ലെങ്കിൽ ഉലിമ എന്ന് വായിക്കും. പക്ഷെ അങ്ങനെ വായിച്ചൂടാ. എങ്ങനെ വായിക്കണം? അലിഫ് ലാം മീം. എന്തുകൊണ്ട്? അങ്ങനെയാണ് എന്റെ ഉസ്താദ് എനിക്ക് ഓതിത്തന്നത്. അങ്ങനെയാണ് ഉസ്താദിന്റെ ഉസ്താദിന് ഓതിക്കൊടുത്തത്. അങ്ങനെയാണ് അവരുടെ ഗുരുനാഥൻ ഓതിക്കൊടുത്തത്. അങ്ങനെയാണ് താബിഈ ഓതിക്കൊടുത്തത്. അങ്ങനെയാണ് സ്വഹാബിയിൽ നിന്ന് താബിഈ കേട്ടത്. അങ്ങനെയാണ് ഹബീബായ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുന്നത് സ്വഹാബി കേട്ടത്. അങ്ങനെയാണ് മുത്തുനബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തത്. ഇതാണ് ദീനിന്റെ വഴി. അങ്ങനെയാണ് നിങ്ങൾ ദീനിനെ പിൻപറ്റേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ ഹിദായത്തിന്റെ മുസ്തഖീമായ വഴിയിൽ ചേരേണ്ടത്. വാപ്പ ഇവിടെ കൊണ്ടുവന്നൊരു പൈതൃകമുണ്ട്. അതാ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. മുഹാജിറുകൾ, അൻസാറുകൾ, മുൻകടന്നു പോയ മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ, അവരെ ഇഹ്സാനോടുകൂടെ ഇത്തിബാഅ് ചെയ്തവരും. അതാണ് സ്വാലിഹീങ്ങൾ, അവരാണ് സുദ്ദീഖീങ്ങൾ, അവരാണ് സജ്ജനങ്ങൾ, അവരാണ് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകൾ. മുൻഗാമികളെ ആക്ഷേപിക്കുന്നവരല്ല, മുൻഗാമികളെ പഴി പറയുന്നവരല്ല, കണ്ണിയത്തുസ്താദിന് പിഴച്ചുപോയി എന്ന് പറയുന്നവരല്ല, ശംസുൽ ഉലമക്ക് പിഴച്ചുപോയി എന്ന് പറയുന്നവരല്ല. ഇന്ന് അതേ ശംസുൽ ഉലമയുടെയും കണ്ണിയത്തുസ്താദിന്റെയും വഴിയിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ നമ്മുടെ നേതാക്കൾക്ക് പിഴച്ചുപോയി എന്ന് പറയുന്നവരല്ല. മുൻഗാമികളെയോ അവരോട് ചേർന്ന് നിൽക്കുന്നവരെയോ ആക്ഷേപിക്കുന്നവർ ഒരിക്കലും നന്നാവുകയുമില്ല. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സുദ്ദീഖീങ്ങളായ ആളുകളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പ് അല്ലാഹു പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയോ? മുഹാജിരീങ്ങളെ കുറിച്ചാണ്, അൻസ്വാറുകളെ കുറിച്ചാണ്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം. ഈ മുഹാജിരീങ്ങൾക്കും അൻസ്വാറുകൾക്കും ശേഷം ഇവിടെ വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവരാണ് സുദ്ദീഖീങ്ങൾ. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? യഖൂലൂന, അവർ പറയും, റബ്ബന ഗഫിർ ലനാ ദുനൂബനാ റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളുടെ മുൻഗാമികളായ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മുൻഗാമികളായ മഹത്തുക്കളായ മുഅ്മിനീങ്ങളോട് ഹൃദയത്തിൽ വെറുപ്പുള്ളവരിൽ ഞങ്ങളെ നീ ചേർക്കരുതേ അല്ലാഹ്. അവരാണ് സുദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികളോട് നിന്റെ ഹൃദയത്തിൽ വിദ്വേഷമുണ്ടോ? മുന്നേ നയിച്ചുപോയ മഹാന്മാരെ കുറിച്ച് നിനക്ക് ചെറുതായി തോന്നുന്നുണ്ടോ? നീ ഒരിക്കലും ഈ സിറാത്തുൽ മുസ്തഖീമിലല്ല.
നരകത്തിക്കാക്കണ പണിയാണ് ഞമ്മക്ക് എന്ന് പറയണ്ട. ഇത് ഖുർആനാണ് ഈ പറയുന്നത്. മുൻഗാമികളായ സ്വഹാബികൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞത് വഹാബികളാണ്. സ്വഹാബികൾക്ക് പിഴച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വഹാബികളാണ്. സ്വഹാബികൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അവരെ നാം പിന്തുടരേണ്ടതില്ല എന്ന് വാദിച്ചു നടന്ന വഹാബി എങ്ങനെയാണ് സുദ്ദീഖീങ്ങളിൽ ചേരുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഅ്സൂമല്ല, പാപ സുരക്ഷിതനല്ല എന്ന് വാദിച്ച തബ്ലീഗുകാരൻ എങ്ങനെയാണ് ഈ സുദ്ദീഖീങ്ങളിൽ ചേരുക? അവരെങ്ങനെ സിറാത്തുൽ മുസ്തഖീമിൽ ചേരും? മുൻഗാമികളോട് ഹൃദയത്തിൽ വെറുപ്പുള്ളവൻ എങ്ങനെ നന്നാകും? എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയല്ലേ? ഈ അവസാന കാലഘട്ടത്തിലേക്ക് വന്നാൽ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദുമാണ് നമ്മുടെ മുമ്പിൽ വലക്കൽ തങ്ങളിൽ നിന്ന് കൈമാറി വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തി പോയ രണ്ട് ശൈഖുമാർ, കേരളത്തിന്റെ ശൈഖാനിമാർ. അതാണ് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും. അവർക്ക് പിഴച്ചു എന്ന് പറയാൻ കഴിയില്ല. അവരിൽ നിന്ന് ആ പതാകയെ ഏറ്റുവാങ്ങിയ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, അതുപോലുള്ള മഹാന്മാർ, ഇന്നെത്തി നിൽക്കുന്ന സയ്യിദുൽ ഉലമ ശൈഖുൽ ജാമിഅ, ഇതാ നമ്മുടെ വഴി. ഇത് വരക്കൽ തങ്ങളിൽ നിന്ന് വന്ന വഴിയാണ്. ഇത് മുറിയാത്ത വഴിയാണ്. വരക്കൽ തങ്ങളിലേക്ക് ആ വഴി കടന്നു വന്നത് എവിടെ നിന്നാണ്? മദീനയിൽ നിന്നാണ്. ഏത് കാലത്ത് കടന്നു വന്നു? കേരളത്തിന്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇസ്ലാമിക ദഅവത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം. കേരളത്തിലേക്ക് പുറത്തുനിന്ന് ഒരു ഇസ്ലാമും കടത്തിക്കൊണ്ടുവരേണ്ടതില്ല. കേരളത്തിൽ ജനിച്ച നമ്മൾ വലിയ ഭാഗ്യവാന്മാരല്ലേ? ഇതിന് പുറത്തുനിന്ന് ഇസ്ലാം കടത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു ആഗോള വിദ്യാഭ്യാസത്തിന്റെ പിറകെയും കേരളീയ മുസ്ലിം ഉമ്മത്തിനെ തളച്ചിടേണ്ട കാര്യവുമില്ല. ആഗോള വിദ്യാഭ്യാസത്തിന്റെ പൊലിമ പറഞ്ഞ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ആരും വഴിതിരിച്ചു വിടേണ്ടതുമില്ല. കേരളത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരു വിജ്ഞാനവും ഒരു ആഗോള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കുകയുമില്ല. ഞാൻ ചരിത്രത്തിലേക്ക് വരാം. സമയം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിൽ കപ്പിറങ്ങിയിട്ടുണ്ട് മഹാന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും. കേരളത്തിൽ ഇസ്ലാമിന്റെ ദഅവത്തുമായി കടന്നു വന്ന ആ മഹാമനീഷികൾ, അന്ന് കേരളത്തിലുള്ള നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകാൻ തുടങ്ങി. ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഇക്കൂട്ടർ സഹിച്ചു പൊറുതി മുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയിൽ താനെ കിട്ടു കഴിഞ്ഞ നമ്പൂതിരി മതം. കേരളത്തിങ്കൽ മുസൽമാന്മാർ, എല്ലാവരും ഇത് കേൾക്കണം. കേരളത്തിലുള്ള ഭാരതത്തിലുള്ള മുസ്ലിമീങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഇറാനിൽ നിന്നോ ഊടുവഴിയിലൂടെ കാട് കയറി ഭാരതത്തിലേക്ക് കുടിയിറങ്ങി വന്നവരാണ് എന്ന് വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ അങ്ങനെ ധരിക്കുകയോ ചെയ്തവർക്ക് കേൾക്കുക. ഭാരതത്തിലുള്ള മനുഷ്യർ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകുകയായിരുന്നു. അതാണ് കുമാരനാശാൻ പറയുന്നത്. ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഇക്കൂട്ടർ സഹിച്ചു പൊറുതി മുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയിൽ താനെ കെട്ടു കഴിഞ്ഞ നമ്പൂതിരി മതം. കേരളത്തിങ്കൽ മുസൽമാന്മാർ, മലയാളാണ്, അർത്ഥം വെക്കേണ്ട കാര്യമില്ല. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നുവൻ കടൽ ചീറും തിരകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടൊരേഴച്ചറൂമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രം അവരെത്തി ചാരത്തടുത്തിടാം തെല്ലും ഭയക്കേണ്ട തമ്പുരാരെ. ഇവിടെ ജാതീയതയുടെ പേരിൽ മനുഷ്യനെ അടിമകളാക്കി മാറ്റി ഐത്തം കൽപ്പിച്ചുകൊണ്ട് ഉയർന്ന ജാതിക്കാരൻ നടന്നു പോകുന്ന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാരന് നടക്കാൻ അവകാശമില്ല. ഉയർന്ന ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരൻ മണ്ണിൽ തുപ്പാൻ അവകാശമില്ല. അവന്റെ കഴുത്തിൽ ഒരു ചിരട്ട കെട്ടി തൂക്കണം, കാരണം ഉയർന്ന ജാതിക്കാരന്റെ കാല് വെക്കേണ്ട മണ്ണ് അശുദ്ധമായി പോകും എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് മാനവരാശിയോട് എന്നെന്നും സാഹോദര്യത്തിന്റെ മുദ്രാവാക്യമായ യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا. മനുഷ്യരെ, നിങ്ങളൊക്കെ ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെയൊക്കെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ വിവിധ വർഗങ്ങളാക്കിയത്, വിവിധ ഭാഷക്കാരാക്കിയത്, ദേശക്കാരാക്കിയത്, നിങ്ങളെ വിവിധ വർണ്ണങ്ങളാക്കിയത്, വർഗങ്ങളാക്കിയത് മുഴുവനും ലിതഅറഫൂ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്ന് ഓതി പഠിപ്പിച്ച് ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയപ്പോ മനുഷ്യനാകാൻ വേണ്ടി കേരളത്തിലുള്ള മനുഷ്യർ ഒന്നടങ്കം ഇസ്ലാം പുൽകിയതാണ് ചരിത്രം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതേ തനിമയോടെ ഒരു കലർപ്പുമില്ലാത്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ ലഭിച്ച നാടാണ് കേരളം. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളായി അറിയപ്പെടുന്ന പല രാജ്യങ്ങളും കേരളത്തിൽ ഇസ്ലാം എത്തിയെത്തി എത്രയോ വർഷങ്ങളും നൂറ്റാണ്ടുകളും കഴിഞ്ഞ് ഇസ്ലാം പ്രവേശിച്ച നാടുകളാണ്. നമുക്ക് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കയ്യോടെ കിട്ടിയതാണ് നമ്മുടെ പൈതൃകം, നമ്മുടെ ദീൻ. ഇൽമാണെങ്കിലും അങ്ങനെയാണ്. പൊന്നാനി
മഖ്ദൂമാരല്ലേ കേരളത്തിന്റെ ഇൽമിന്റെ വിതരണക്കാർ, ഇൽമിന്റെ അഡ്രസ് ഉണ്ടാക്കിയവർ. യമനിൽ നിന്ന് കൊണ്ടുവന്ന വിജ്ഞാനമാണ് നമ്മുടെ വിജ്ഞാനം. യമനിൽ നിന്ന് കൊണ്ടുവന്ന വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ വിജ്ഞാനത്തിനൊരു പ്രത്യേകതയുണ്ട്. മറ്റു അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വിജ്ഞാനം പോലെയല്ല. അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മതു യമാനിയത്തുൻ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാൻ എന്നാൽ യമനിയാണ്. യമനികളുടെ ഈമാനാണ് ഈമാൻ. യമനികളുടെ വിജ്ഞാനമാണ് വിജ്ഞാനമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാരമ്പര്യം അതല്ലേ. എവിടെ നിന്നാണ് മമ്പുറത്തെ തങ്ങളുപ്പാപ്പ കേരളത്തിലേക്ക് വന്നത്? യമനിയല്ലേ. എവിടെയാണ് പൊന്നാനി മഖ്ദൂമാര് കേരളത്തിലേക്ക് വന്നത്? യമനിൽ നിന്നല്ലേ. എവിടെ നിന്നാണ് വരക്കൽ ബാഅലവി തങ്ങൾ കേരളത്തിലേക്ക്, തങ്ങളുടെ പിതാമഹൻ കേരളത്തിലേക്ക് വന്നത്? യമനിൽ നിന്നല്ലേ. ഇവിടെ നിന്നാണ് ശംസുൽ ഉലമയുടെ പിതാമഹൻ കേരളത്തിലേക്ക് വന്നത്? യമനിൽ നിന്നല്ലേ. യമനിന്റെ പാരമ്പര്യമല്ലേ. ശംസുൽ ഉലമയുടെ പിതാമഹനും ബഹുമാനപ്പെട്ട വരക്കൽ ബാഅലവി തങ്ങളുടെ പിതാമഹൻ സയ്യിദ് അലി ഹമീദ് ബാഅലവി തങ്ങളും ഒരുമിച്ചാണ് യമനിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ കയറുന്നത്. അവരുടെ പൗത്രന്മാരാണ് കേരളത്തിൽ ഇസ്ലാമിന് വിപ്ലവം തീർത്തത്. വൈദേശികാധിപത്യത്തിൽ കൊടുമ്പിരിക്കൊണ്ട് പ്രയാസപ്പെട്ട് ഛിന്ന ഭിന്നമായ ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് വിദഅത്തിന്റെ പുത്തനാശയത്തിന്റെ ഓരോ വാദങ്ങളുമായി ഈജിപ്തിൽ നിന്ന് കടമെടുത്ത വാദങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിനെ ഈമാനികമായി പിഴപ്പിക്കാൻ വേണ്ടി ചില അച്ചാരം വെച്ചികളായ മൗലവിമാര് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചപ്പോൾ ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ യഥാർത്ഥ പൈതൃകത്തിൽ തളച്ചിടുകയും യഥാർത്ഥ പൂർവീക പാരമ്പര്യത്തിൽ പിടിച്ചു നിർത്തുകയും ചെയ്യാൻ വേണ്ടി ഈ ഉമ്മത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഹിതയെ സമ്മാനിച്ചത് ഇതേ യമനിൽ നിന്ന് കടന്നു വന്ന സയ്യിദ് അലി ഹമീദ് ബാഅലവി തങ്ങളുടെ പൗത്രനല്ലേ. അതേ സയ്യിദ് അലി ഹമീദ് ബാഅലവി തങ്ങളോടുകൂടെ കേരളത്തിലേക്ക് വന്ന ഒരു മനുഷ്യന്റെ പൗത്രന്മാരിൽപ്പെട്ട മക്കൾ പരമ്പരയിൽപ്പെട്ടവരല്ലേ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരല്ലേ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ ഉമ്മത്തിന് ദിശാബോധം നൽകിയത്. എല്ലാ അർത്ഥത്തിലും മഹാനായ സുദ്ദിയ കുലക് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലുള്ള കണ്ണിയത്ത് ഉസ്താദല്ലേ, ശംസുൽ ഉലമയല്ലേ, അഹ്ലു ബൈത്തല്ലേ. അവരല്ലേ യമനിൽ നിന്ന് കൊണ്ടുവന്ന ഈമാനല്ലേ. നമ്മുടെ പാരമ്പര്യം യമനിയായ ഈമാനാണ്. വിജ്ഞാനവും അതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മലബാരിയായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കിതാബിന് വ്യാഖ്യാനം എഴുതിയതാരാണ്? അറേബ്യൻ പണ്ഡിതനല്ലേ. അത് കീക്ക് വ്യാഖ്യാനം എഴുതിയതാരാണ്? അറേബ്യൻ പണ്ഡിതന്മാരല്ലേ. ഇന്നും വിദേശ അറബ് രാജ്യങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ പാഠ്യവിഷയമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥമേതാണ്? ഫത്ഹുൽ മുഈനല്ലേ, മലബാരിയുടെ കിതാബല്ലേ. ആരാണ് നമുക്ക് വിജ്ഞാനത്തിന് ഇനി ഇതിലും വലിയൊരു വിജ്ഞാനത്തിന്റെ നൗക കാണിച്ചു തരാനുള്ളത്? കേരളത്തിലുള്ള പാരമ്പര്യ വിജ്ഞാനം മതവിജ്ഞാനത്തെക്കാൾ കനമുള്ള, കടുപ്പമുള്ള, പവറുള്ള വിജ്ഞാന നൗക ലോകത്തിന്റെ ഏത് കോണിലാണ്, ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? അങ്ങനെ ഒരു സംഭവം ഇല്ലേ, ഇല്ല. അതൊക്കെ ബിസിനസിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ഇൽമ് അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മതു യമാനിയത്തുൻ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈമാനിന്റെയും ഇൽമിന്റെയും വാഹകരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ സമസ്തക്കാർ. മറ്റ് അറേബ്യൻ രാജ്യങ്ങളെ നിങ്ങൾ നോക്ക്, സമസ്തേതര സ്റ്റേറ്റുകളെ നിങ്ങൾ നോക്ക്. കേരളത്തിൽ സമസ്തയുടെ സാന്നിധ്യമില്ലാത്ത സ്റ്റേറ്റുകൾ. കർണാടകയിൽ സമസ്തയുടെ സാന്നിധ്യമുണ്ട്, തമിഴ്നാട്ടിൽ സമസ്തയുടെ സാന്നിധ്യമുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ പറയട്ടെ, കർണാടകയിൽ സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളും ഇല്ലാത്ത പ്രദേശങ്ങളുമില്ലേ? തമിഴ്നാട്ടിൽ സമസ്തയുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങളും ഇല്ലാത്ത പ്രദേശങ്ങളുമില്ലേ? ഉള്ള പ്രദേശവും ഇല്ലാത്ത പ്രദേശവും നിങ്ങളൊന്ന് പഠനം നടത്തൂ. അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ജീവിത രീതിയെ കുറിച്ച് പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പൂർവീകരായ ആളുകൾ ഈ മഹിതമായ പ്രസ്ഥാനത്തെ ത്യാഗം സഹിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച് മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പീഡനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ത്യാഗം സഹിച്ച് ഈ പ്രസ്ഥാനത്തെ ഇവിടെ വളർത്തിയെടുത്തതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അപ്പോൾ ബോധ്യപ്പെടും. എവിടെയാണ് കൈകെട്ടേണ്ടത്, എപ്പോഴാണ് ഖുനൂത്ത് ഓതേണ്ടത്, എവിടെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, നിസ്കരിക്കേണ്ട രൂപം എങ്ങനെ, വുളൂ ചെയ്യേണ്ട രൂപം എങ്ങനെ, ഒരു സമസ്തയുടെ സാന്നിധ്യമുള്ള സമസ്തയുടെ മദ്രസയുള്ള ഒരു പ്രദേശത്ത് ഒരാൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. എന്നാൽ പുറം രാജ്യങ്ങളിൽ ഇതൊന്നും അറിയാത്ത ഒരു മുസ്ലിം നാമധാരികളെ നിങ്ങൾക്ക് കാണാം. അയാൾ വലിയ ഉഷാറാണ്, വലിയ മുത്തവയാണ്, അയാൾക്ക് ഫാത്തിഹ ഓതാൻ അറിയുമെന്നാണ് പല സ്റ്റേറ്റിലുള്ള ആളുകളും വലിയ ക്വാളിറ്റിയായി പറയാറുള്ളത്. നമ്മുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഫാത്തിഹ എന്നോ ഓതി തുടങ്ങിയിട്ടുണ്ടാകും. അതാണ് കേരളത്തിൽ സമസ്ത ചെയ്ത സേവനം. എന്തിനാണ് സമസ്ത എന്നതിനുള്ള മറുപടി ആദർശമാണ് വലുത്, ആദർശമാണ് പ്രധാനം. ഇതേ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞില്ലേ, നീ ഇൽമ പഠിക്കുക. ഏത് ഇൽമാണ്? നിന്റെ ഇബാദത്തുകളെ ശരിയാക്കാൻ പറ്റുന്ന ഇൽമ നീ പഠിക്കുക, അത് നിർബന്ധമാണ്. നിന്റെ അഖീദയെ ശരിയാക്കാൻ പറ്റുന്ന ഇൽമും ഹൃദയത്തെ തസ്കിയത്ത് ചെയ്യാൻ പറ്റുന്ന ഇൽമും.
ഫിഖഹിയായ ഇൽമ്, ഇബാദത്തുകൾ ശരിയാക്കേണ്ട ഇൽമ്, അഖീദ ശരിയാക്കേണ്ട ഇൽമ്, ആദർശം. അഖീദ ശരിയാക്കേണ്ട ഇൽമ്. എന്തിനാണ് ആദർശം? അമാനത്ത്. ആദർശം അമാനത്താണെന്നും പറഞ്ഞ് നടത്തുന്ന SKSSF നടത്തുന്ന ഈ പ്രോഗ്രാമിന് ശത്രുക്കളാരാ? അവിടെ നിങ്ങൾക്ക് ശരിക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ മനസ്സിലാകും ആരാണ് ഇന്നത്തെ പ്രശ്നക്കാരെന്ന്, ആർക്കാണ് ഇവിടെ അസ്വസ്ഥതയുള്ളതെന്ന്. ആദർശം അമാനത്താണ് എന്ന പേരിൽ, എന്ന ടൈറ്റിലിൽ SKSSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രഖ്യാപിച്ച ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ആർക്കാണ് അസ്വസ്ഥത വരേണ്ടത്? വഹാബികൾക്കാണ്, മൗദൂദികൾക്കാണ്, കള്ളത്തൊരീക്കത്തുകാർക്കാണ്. പക്ഷേ അവർക്കൊക്കെയുള്ളതിനേക്കാൾ എന്തോ വലിയ അസ്വസ്ഥത വേറെ ആർക്കൊക്കെയോ. എന്താണ് അവരുടെ രോഗം? എന്താ അവരുടെ രോഗം? അവരുടെ രോഗം ഇത് തന്നെയാണ്. അവർ പോലും അറിയാതെ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയ ഒരുതരം സമസ്ത വിരുദ്ധത, അല്ലെങ്കിൽ സമസ്തയുടെ നേതൃത്വത്തോടുള്ള എന്തോ ഒരുതരം അസ്വസ്ഥത. അതൊക്കെ ദുർലക്ഷണങ്ങൾ മാത്രമാണെന്ന് നാം തിരിച്ചറിയുക. അതിന് നിങ്ങളെ പല നിലക്കും പലരും തെറ്റിദ്ധരിപ്പിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഓരോ കാലഘട്ടങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ പേരിൽ പലരും സമസ്തയിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ചില ആയത്തുകൾ ഇറങ്ങിയപ്പോൾ, ചില സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിൽ നിന്ന്, തങ്ങളുള്ള കാലത്ത് ദീനിൽ നിന്ന് അടർന്നുപോയ ആളുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണം മിഅ്റാജ്. ഇത് റജബിന്റെ മാസമല്ലേ? 27-ാം രാവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ്, റജബ് 27 കഴിഞ്ഞ് നമ്മളൊക്കെ മിഅ്റാജിനെ കുറിച്ച് പള്ളികളിൽ നിന്ന് പ്രഭാഷണം കേട്ടില്ലേ? അത്ഭുതകരമായ ആ യാത്രയെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വന്ന ആളുകളോട് വിവരം പറഞ്ഞപ്പോൾ, ആ തങ്ങളുടെ കൂടെ വിശ്വസിച്ചിരുന്ന മുഅ്മിനീങ്ങളായിരുന്ന ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയി, റിദ്ദത്ത് സംഭവിച്ച് പുറത്തുപോയി. മിഅ്റാജ് സംഭവത്തോടുകൂടെ പിന്നീടും സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് ചിലർ അടർന്നടർന്നു പോകാറുണ്ട്. പിന്നീട് അത് ദീനിന്റെ ശരിയായ വഴിയിൽ നിന്നായി മുഅ്തസിലത്തുണ്ടായി, ഖവാരിജിയത്തുണ്ടായി. അങ്ങനെ പല ഖദരിയത്തും ജഹ്മിയത്തും ശിയഇയ്യത്തും പല വിഭാഗങ്ങളും ഇതുപോലുള്ള പ്രത്യേക സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അടർന്നുപോയി. ആ രീതിയിലൊന്നും അല്ലാതിരിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലപാടെടുക്കുമ്പോൾ, ആലുവ ത്വരീഖത്തിനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലപാടെടുത്തു. എത്ര ആളുകളാണ് സമസ്തയിൽ നിന്ന് തെറിച്ചുപോയത്? സമസ്തക്ക് തെറ്റുപറ്റി എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. ത്വരീഖത്തിനെ കുറിച്ച് സമസ്ത ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. തീരുമാനത്തിൽ സമസ്തന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാനൊരു സമസ്തക്കാരനാണെങ്കിലും എന്നാലും നേതാക്കൾക്ക് എവിടെയോ എന്തോ ഒരു പെശക് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കണം, ആലുവ ത്വരീഖത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഗ്രൂപ്പുകളായി അവർ പിളർന്നു എന്ന് മാത്രമല്ല, ഒരു ഗ്രൂപ്പിന്റെ ആളുകൾ മറു ഗ്രൂപ്പിലുള്ളവരുടെ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലായില്ല? ആലുവ ത്വരീഖത്തിന്റെ ഗ്രൂപ്പുകൾ പിളർന്നു. ഖലീഫമാർ, പല ഖലീഫമാരാ. അപ്പൊ വേറെ ഗ്രൂപ്പിലുള്ള ഖലീഫമാരെ പേര് പറയുമ്പോൾ മറ്റേ ഗ്രൂപ്പിലുള്ള ആളുകൾ പറയുന്നത് ലഅനത്തുല്ലാഹി അലൈഹി. അവരുടെ ഖലീഫന്റെ പേര് പറയുമ്പോഴോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇന്ന് നടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ണു തുറന്നു നോക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും. സമസ്ത ഒരു വിഷയത്തിൽ, CIC-യുടെ വിഷയത്തിൽ സമസ്ത ചാടിക്കുടഞ്ഞ് തീരുമാനമെടുത്തതൊന്നുമല്ല. അവരോട് സമസ്ത ഉപദേശിച്ചില്ലേ, നിർദ്ദേശിച്ചില്ലേ? ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അവർ തയ്യാറാവാതിരിക്കുകയല്ലേ? ആ ഒരു വ്യക്തിയുടെ ശാഠ്യമാണ്. അദ്ദേഹത്തിന് സമസ്തയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോകണം. അതിനുവേണ്ടി അദ്ദേഹം മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ പോലും കുരങ്ങ് കളിപ്പിക്കുകയാണ്. അവർക്കത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് കൂടെ നമ്മൾ കേട്ടത്. ആ സമ്മേളനത്തിലൂടെ പുറത്തു വന്നത് ആ ലക്ഷ്യങ്ങളുടെ ചില സൂചകങ്ങൾ മാത്രമാണ്. ഇനി വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് പുറത്തു വരാൻ പോകുന്നതെന്ന്. സമസ്തക്ക് പിഴച്ചു എന്ന് വിശ്വസിക്കണ്ട. രാഷ്ട്രീയം കാണിച്ചാലും സമസ്തയെ ഭയപ്പെടുത്തണ്ട. സമസ്തയും രാഷ്ട്രീയക്കാരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. CIC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ആ വിഭാഗം ഫിത്ന സംഘം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താൻ ശ്രമിച്ചത്. സമസ്തയെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും തമ്മിൽ തെറ്റിക്കണമെന്ന് തന്റെ ശിഷ്യന്മാരോട് അസംബ്ലികളിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത്, ഗ്രൂപ്പ് ചർച്ചകളിലെ റൂമിലെ ചർച്ചകളിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത് സമസ്തയെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും തെറ്റിക്കണം, എന്നാലേ അവർക്ക് ഇവിടെ ക്ലച്ച് പിടിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം. പക്ഷേ ഇത് തിരിച്ചറിയേണ്ട ചിലർക്ക് ഇത് തിരിച്ചറിയാതെ പോയി. നമ്മളെ അതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് പാടലെടുക്കയിലാണ്. ഈ പ്രഭാഷണത്തിന് ദുബായിൽ കിടക്കുന്ന എന്റെ മാസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടിയെ കുറിച്ച് എന്നോട് സംസാരിച്ചത് ദുബൈയിലുള്ള KMCC-യുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റായ സലാം കെയാണ്. സലാം കെ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനാണ്.
അവിടെയുള്ള KMCC-യുടെ സജീവ പ്രവർത്തകനാണ്. എനിക്ക് വേണ്ട ടിക്കറ്റ്, എന്നെ ഈ പരിപാടിയിലേക്ക് എത്തിക്കുന്നത് വരെ നിരന്തരമായ ഫോൺ കോള്, വലിയ ആവേശത്തോടുകൂടെ അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തത് മഞ്ചേശ്വരം മണ്ഡലം KMCC-യുടെ നേതാവാണ്. അദ്ദേഹം കറകളഞ്ഞ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്. അതാണ് ലീഗുകാരൻ, അതാണ് ലീഗുകാരനായ സമസ്തക്കാരൻ, അതാണ് സമസ്തക്കാരനായ ലീഗുകാരൻ, അതാണ് ഞങ്ങൾ. അങ്ങനെയുള്ള സംഘത്തിന് ഇവിടെ ഒരു പ്രശ്നവുമില്ലല്ലോ. ഞാനും സലാംകയും ഒരു പ്രശ്നവുമില്ലല്ലോ. എന്തുകൊണ്ട്? സലാംക സമസ്തക്കാരനാണ്, അതോടൊപ്പം രാഷ്ട്രീയക്കാരനാണ്. എനിക്ക് രാഷ്ട്രീയമുണ്ടാകാം, ഞാൻ സമസ്തക്കാരനാണ്. എന്നാൽ ഒരു നിശ്ചിത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെ സമസ്തയിൽ പ്രവർത്തിക്കാവൂ എന്ന ഒരു നിയമാവലി സമസ്തക്കില്ല തന്നെ. രാഷ്ട്രീയമുള്ളവർക്ക് സമസ്തയിൽ പ്രവർത്തിക്കാം, രാഷ്ട്രീയമില്ലാത്തവർക്കും സമസ്തയിൽ പ്രവർത്തിക്കാം. സമസ്തയിൽ പ്രവർത്തിക്കാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാവണം എന്ന ഒരു നിബന്ധന, ഒരു മാനദണ്ഡം ലോകത്തിന്ന് വരെ ഒരാളും വെച്ചിട്ടില്ലെന്നിരിക്കെ പിന്നെ എന്തിന് സമസ്തയും രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ തർക്കത്തിലിരിക്കണം? എന്തിന് ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോകണം? ആ തർക്കം ഇവിടെ മനഃപൂർവ്വം ഉണ്ടാക്കി തീർക്കുകയാണ്. മഹല്ലത്തുകൾ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, CIC-യുടെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കുതന്ത്രങ്ങളിലൂടെ, കുപ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയ തന്ത്രം മെനയുകയാണവർ. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയണം. കോൺഗ്രസുകാർ തിരിച്ചറിയണം, മുസ്ലിം ലീഗുകാർ തിരിച്ചറിയണം, CPM-കാർ തിരിച്ചറിയണം. ഞങ്ങൾ സമസ്തക്കാരാണ്. ഞങ്ങളുടെ നേതാക്കളിൽ കോൺഗ്രസുകാരുണ്ടായിരുന്നു, ഞങ്ങളുടെ നേതാക്കളിൽ മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു, ഞങ്ങളുടെ നേതാക്കളിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാത്ത കണ്ണിയത്തുമാരുണ്ടായിരുന്നു, ഔലിയാക്കളുണ്ടായിരുന്നു. ആ മഹാന്മാരെ മഹബൂബിയങ്ങൾ മാത്രമാണ് ഞങ്ങൾ. ആ മഹാന്മാരെ ഹുബ്ബ് വെച്ചുകൊണ്ട് അവരുടെ വഴിയിൽ സഞ്ചരിക്കുന്നവർ മാത്രമാണ് ഞങ്ങൾ. അതിന് മാർഗപ്രശ്നം, അതിന് മാർഗ തടസ്സം ഉണ്ടാക്കുന്നവർ ഞങ്ങളുടെ മക്കളെ ബിദ്അത്തിലേക്ക് ക്രമേണ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നവരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ നേതാക്കൾ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന കാലോചിതമായ നയങ്ങളും തീരുമാനങ്ങളും അത് ശിരസ വഹിക്കുക എന്നതാണ് ഒരു സമസ്തക്കാരന്റെ ദൗത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുകയും പ്രഗത്ഭരായ ഉസ്താദുമാരെ ഇവിടെ കൊണ്ടുവരികയും അതിന് വലിയ എഫേർട്ട് എടുക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ ഈ പ്രായമായ സമയത്തും കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് കയ്യിൽ കെട്ടുകണക്കിന് ഗുളികയും കയ്യിൽ പിടിച്ച് സഞ്ചിയിൽ പിടിച്ചുകൊണ്ട് ഈ ആദർശ സമ്മേളനത്തിൽ വന്ന് പ്രഭാഷണം നടത്തി തിരിച്ചുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉമർ ഫൈസി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും സിഹ്ഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ആ മഹാനെ അല്ലാഹു സംരക്ഷിക്കട്ടെ. അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പരത്തുന്ന കളവുകൾ, ആക്ഷേപങ്ങൾ, അവർക്ക് ആഖിറമില്ല, ആഖിറത്തിൽ വിശ്വാസവുമില്ല. നമ്മുടെ മുമ്പിൽ കണ്ട ഉമർ ഫൈസിയെ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ പാടലെടുക്കയിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ മിനിറ്റുകൾ മാത്രം ആ മനുഷ്യനോട് സംസാരിച്ച ഒന്നിലധികം പേരെന്നോട് പറഞ്ഞു, ആ മനുഷ്യൻ വല്ലാത്തൊരു നിഷ്കളങ്കനല്ലേ, ആ മനുഷ്യൻ ഒരു സാധുവല്ലേ, ആ മനുഷ്യന്റെ കൽബിൽ മറച്ചു വെച്ചുകൊണ്ട് നിഫാഖോട് കൂടെ സംസാരിക്കാൻ അറിയാത്തവനല്ലേ. ഉമർ ഫൈസിയെ ഫോട്ടോയിൽ മോർഫ് ചെയ്ത ഫോട്ടോകളിൽ കണ്ടുകൊണ്ട്, ഉമർ ഫൈസിയെ കുറിച്ച് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി തെറി പറയുന്ന, അനാവശ്യം പറയുന്ന തലപ്പാവുധാരികളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. മഅദല്ലാഹ്. അതുപോലെ നമ്മുടെ സയ്യിദുൽ ഉലമ, മഹാനായ സയ്യിദുൽ ഉലമ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യമനി താഴ്വഴിയിലൂടെ കടന്നു വന്ന മഹാൻ, അബൂദാബിയിൽ വെച്ചിരിക്കെ ഞാൻ സയ്യിദുൽ ഉലമയുടെ കൂടെയുണ്ട്. ആ സമയത്ത് സയ്യിദുൽ ഉലമ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ആ സമയത്ത് വിശ്രമിക്കാൻ വേണ്ടി ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. ആ റൂമിലേക്ക് തങ്ങൾ അവർകളെ കൊണ്ടാക്കുകയാണ്. ഞങ്ങൾ ഏതാനും ചില ആളുകളുണ്ട്. ആ സമയത്ത് റൂമിന്റെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നത് വരെ താഴെ റിസപ്ഷനിൽ സയ്യിദുൽ ഉലമ ഇരിക്കുകയാണ്. തങ്ങളോടുകൂടെ ഞങ്ങൾ ഏതാനും 2-3 ആളുകളുണ്ട്. ആ സമയത്ത് സയ്യിദുൽ ഉലമയെ കണ്ട ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, ഒരു അറബിയാണ് അദ്ദേഹം. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ആ ഇരിക്കുന്ന ശൈഖാരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ റഈസാണ്, ജംഇയ്യത്തുൽ ഉലമയുടെ റഈസാണ്. അദ്ദേഹം പറഞ്ഞു, അതൊരു മലബാരിയല്ലല്ലോ, അതൊരു യമനിയല്ലേ? ഞാൻ പറഞ്ഞു, അവരുടെ അസുര യമനിയാണ്. എങ്കിൽ എനിക്ക് അദ്ദേഹത്തോടൊന്ന് സലാമാക്കണമെന്ന് ദുആ ചെയ്യാൻ പറയണം, എന്നെ ഒന്ന് സഹായിക്കുമോ? അദ്ദേഹത്തെ സയ്യിദുൽ ഉലമയുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുപോയി. സയ്യിദുൽ ഉലമയെ കണ്ടത് മുതൽ എത്രയോ മിനിറ്റുകൾ സന്തോഷത്തോടുകൂടെ അദ്ദേഹം സംസാരിക്കുകയാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വലിയ ആലിമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഇന്ന് അറിയപ്പെട്ട യമനി പണ്ഡിതനായ ഉമർ ഹബീബ് തങ്ങളുടെ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനാണ് ഇദ്ദേഹം എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി. അറിയേണ്ടവരെ അറിയുന്നുണ്ട്, തിരിച്ചറിയേണ്ടവരെ അറിയുന്നുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ അന്ധത ബാധിച്ച കണ്ണുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളും പെട്ടുപോകരുത്. സമസ്തയാണ് നമ്മുടെ വഴി, അതാണ് ദീനാണ് നമ്മുടെ വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഖിദ്മത്ത് ചെയ്യാനും സമസ്തക്ക് ഖിദ്മത്തിലായി ജീവിച്ചു മരിക്കാനും നമുക്കും അഹ്ലുകാർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത കുറെ ആളുകളുണ്ട്. ഞാൻ സമയം വൈകിയതുകൊണ്ട് പിന്നെ കുറെ കാര്യങ്ങൾ, കുറച്ച് വാക്കുകൾ ഒതുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എനിക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത്, നിലവിൽ നടക്കുന്ന വിഷയങ്ങളിൽ
നമ്മൾ അതിൽ ഒരു ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളെയും നേതാക്കളെയും തള്ളിപ്പറയുകയും മോശക്കാരാക്കി സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ നാവ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ കവറിൽ നമ്മളെ ഉണ്ടാവുള്ളൂ നിർത്തും. അപ്പൊ ഈ സദസ്സിൽ നമ്മളിപ്പോ ഈ പരിപാടി സംഘടിപ്പിച്ച ഈ മനോഹരമായ സ്ഥലം, ഇത് നമ്മുടെ സലാം ഖാന്റെ സ്ഥലമാണ്. നിങ്ങൾക്കറിയായിരിക്കും, അദ്ദേഹം വീട് വെക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം 2-3 പ്രാവശ്യമായിട്ട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഉമർ ഫൈസി സാറൊക്കെ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഈ സമ്മേളനം, ഈ പ്രോഗ്രാം ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നമ്മുടെ പൂർവീകരുടെ വഴിയിൽ നിൽക്കാനും നിർത്താനും വേണ്ടി ദീനിന് ചെയ്യുന്ന ഇക്കാലത്ത് ഏറ്റവും അനിവാര്യമായ ഈ സേവനം നടത്തപ്പെട്ട ഈ മജ്ലിസിന്റെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സ്ഥലത്ത് മനോഹരമായ ഒരു ഭവനം, ബറക്കത്തുള്ള ഒരു വീട് നിർമ്മിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യട്ടെ, എളുപ്പമാക്കി കൊടുക്കട്ടെ. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ആ വീടുണ്ടാക്കുമ്പോൾ അതിൽ ഒരു റൂം കാസർഗോഡ് വരുന്ന ഉസ്താദുമാർക്ക് താമസിക്കാനുള്ളതാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ലീഗേരനാണത്. ഇതാണ് ലീഗേര്. അങ്ങനത്തെ രാഷ്ട്രീയക്കാരനോട് ആവശ്യം അല്ലാത്തവരെ ഞങ്ങൾക്ക് വേണ്ട. ഇതുപോലുള്ള ദീനിന് പ്രാമുഖ്യം കൊടുക്കുന്ന രാഷ്ട്രീയക്കാർ, അത് ആരാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കോ അല്ലാതെക്കോ, അങ്ങനത്തെ ആളുകളെ ഞങ്ങൾക്ക് ആവശ്യം. ദീനിന് ആവശ്യം അങ്ങനത്തെ ആളുകളാണ്. ഞാൻ വീടുണ്ടാക്കുമ്പോ അതിൽ ഒരു വീട് കാസർഗോഡ് ജില്ലയിൽ സമസ്തക്കാരായ ആലിമീങ്ങൾ വരുമ്പോ അവർക്ക് താമസിക്കാനുള്ള വീടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ നല്ല നിയ്യത്തിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് മനോഹരമായ മുബാറക്കായ ഭവനം നിർമ്മിക്കാൻ അല്ലാഹു വഴി എളുപ്പമാക്കി കൊടുക്കട്ടെ. അതുപോലെ ഈ പരിപാടിയുമായി സഹകരിച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവർ, ഈ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടി ദിവസങ്ങളോളം പരിശ്രമിച്ചവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ദുആയിലൊക്കെ വിനീതനായ എന്നെയും ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട്, ഇൻഷാ അല്ലാഹ് ദുആ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ എത്തിയ സ്ഥിതിക്ക് എനിക്ക് പോകേണ്ട സമയവും ഏകദേശം ആയിട്ടുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.